കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്വിഫ്റ്റാണ്. 2012 മോഡൽ സ്വിഫ്റ്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ സ്വിഫ്റ്റ് പഴയ മോഡലുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നമ്മൾ ടൈപ്പ് 2 സ്വിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് ഞാൻ ടൈപ്പ് 2 ആയിട്ടാണ് വന്നേക്കണം. വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2012 മോഡൽ VDA ആണ് വാഹനം, ഡീസൽ വാഹനമാണ്. അതുകൂടാതെ തന്നെ വണ്ടിയുടെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ കിലോമീറ്റർ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. പക്ഷേ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. സാധാരണ നമുക്ക് 2012 വണ്ടിയൊക്കെ സ്വിഫ്റ്റ് കുറച്ചൊക്കെ ഒരു അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. അതാണ് ഈ വണ്ടിയുടെ വേറെ പ്രത്യേകത. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ വണ്ടിയിൽ കൂടി നമ്മുടെ ചാനലിൽ കൂടി നല്ല വണ്ടികൾ മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാറുള്ളൂ. ആ ഒരു സംഭവം കൂടി എടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ വാഹനത്തിനെ കുറിച്ച് നമുക്ക് ഫുള്ള് കണ്ടേക്കാം. ഇന്ത്യസ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വണ്ടി കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് വണ്ടിയുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ടൈപ്പ് 2 സ്വിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നേക്കണം. 2012 മോഡൽ സ്വിഫ്റ്റ്. ഇതേ കിടക്കുന്ന വണ്ടി ക്വാളിറ്റി നോക്കാം. ഇത് വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ 12 ആണെങ്കിലും കാര്യമായിട്ടുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ പഴയ വണ്ടി ആകുമ്പോൾ എന്തായാലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി നോക്കാം. കേട്ടോ, വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പിന്നെ ചെറിയൊരു ഫാൻസി നമ്പർ കൂടി ഉണ്ട്, 1060. വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വാഹനം. കേട്ടോ, എൻ്റെ കാഴ്ചയിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല മൈലേജ് ഉണ്ടാവും. ഒരു എടുത്ത് പറയുന്നത് ഡീസൽ വണ്ടിയല്ല. ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പ് വ്യൂ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ നമുക്കിനി വീലാസിലേക്ക് നോക്കാം. വീലാസ് ആയാലും പക്ക കണ്ടീഷനിലേക്ക് വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ലാമ്പിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബോണറ്റ് നോക്കാം. ബോണറ്റായാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ബോണറ്റ് കിട്ടുന്നില്ല. അതേപോലെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല നീറ്റായിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും പക്ക കണ്ടീഷനിലിരിക്കുന്ന ലാമ്പാണ്. നമുക്കിവിടെ ഫാൻസി നമ്പർ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് നീറ്റായിട്ടിരിക്കുന്ന ലാമ്പ് കിട്ടുന്നുണ്ട്. താഴെയും ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് വരാം. ഈ വീലാസായാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിങ്ങനെ ഡോർസ് കാണാൻ പറ്റും. ഇവിടെ എക്സ്ട്രാ വെക്കുന്ന ക്രോമിയം ഹാൻഡിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഗ്ലാസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ലാമ്പ് നോക്കാം. ബാക്കിലേക്ക് വരാം. ബാക്കിൽ ലിഡ് നോക്കാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ ബാറ്റിങ്ങും താഴെ VDAയുടെ ബാറ്റിങ്ങും കിട്ടുന്നുണ്ട്. ഇവിടെ ബമ്പേഴ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഗ്ലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ ടെയിൽ ലാമ്പ് നോക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാസ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇടുന്നുണ്ട്. വീൽ കപ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറ് നോക്കാം. ഇവിടെ ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചിപ്പെടാം. ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നോക്കി ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ്സൊക്കെ എക്സ്ട്രാ കവറൊക്കെ ചെയ്ത് നല്ല ഭംഗി തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വുഡൻ ഫിനിഷ്, വുഡ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു വുഡൻ ഡിസൈനിലുള്ള ആ ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ആംറെസ്റ്റൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഗിയർ നോബും കൂടെ കാണാൻ പറ്റും. ഇവിടെ മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ വന്നിട്ടുണ്ട്. റൂഫൊക്കെ നോക്കാം. റൂഫൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, താഴെ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ പാഡ്സ് നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. എക്സ്ട്രാ പില്ലോ കൊടുത്തിട്ടുണ്ട്. ലെഗ് റൂമൊക്കെ നോക്കാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നോക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വാഹനത്തിൻ്റെ ബോണറ്റും ബൂട്ടൊക്കെ ഒന്ന് നിർത്തിയിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. വാഹനം ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഇവിടെ ആ ഒരു പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേട്ടോ, എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം. അതേപോലെ ബാറ്ററിയൊക്കെ നോക്കാം. ബാറ്ററി നല്ല പവർഫുൾ ബാറ്ററിയാണ്. പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു പേസ്റ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും ലിഡൊക്കെ നോക്കാം. ലിഡ് നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ബൂട്ടിലേക്കൊന്ന് വയ്ക്കാം. ബൂട്ടിൽ തന്നെ അവസാനം ചെക്ക് ചെയ്യാം. ഞാൻ ലിഡ് നിർത്തിയാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇവിടെ എക്സ്ട്രാ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്.
ബൂട്ടൊക്കെ നോക്കാം. ബൂട്ടൊക്കെ എക്സ്ട്രാ ക്ലോത്തൊക്കെ ഇട്ട് ഭംഗിയൊക്കെ ഇതിനെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ടയേഴ്സിലേക്ക് പോകാം. ടയേഴ്സ് ആയാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളുണ്ട്. സ്പെയർ വീൽ റൂമൊക്കെ കുറച്ച് ആ ഒരു പാച്ചൊക്കെ ഉണ്ട്. എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ലിഡ് നോക്കാം. ലിഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2012 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. VDI ആണ്, ഡീസലാണ്. പിന്നെ കൂടാതെ തന്നെ അതിൻ്റെ കിലോമീറ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ 1,00,000+ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ എടുത്ത് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് സർവീസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് കിലോമീറ്റർ എത്ര ഓടിയാലും അതിൻ്റെ രീതിയിലുള്ള ആ പ്രശ്നങ്ങളൊന്നും നമുക്ക് നോർമലായിട്ട് വണ്ടികൾ കാണാറില്ല. മാരുതി ആകുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട ആവശ്യമില്ല. നമുക്കിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,00,000 രൂപ ചോദിക്കുന്നത്. 3.50 lakhs നെഗോഷ്യബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു. നമുക്ക് വോയിസും മെസ്സേജ് അയച്ചേക്കാം. റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.